എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. കടലക്കറി ഉണ്ടാക്കാനായി 1 കപ്പ് കടലയെടുത്ത് കഴുകി 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രിയിൽ തന്നെ കുതിർക്കാൻ വയ്ക്കണം. ഇനി കറി ഉണ്ടാക്കാനായി ഒരു പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 3 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 വെളുത്തുള്ളി അല്ലി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് 1 മിനിറ്റ് മൂപ്പിക്കുക. അതിലേക്ക് 2 മീഡിയം സവാള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക. തക്കാളി വെന്ത് സോഫ്റ്റ് ആകാൻ 2 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് കടല ചേർത്ത് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടിളക്കി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായി തണുത്ത ശേഷം തുറന്ന് നന്നായിട്ടിളക്കി കടല വെന്തോ എന്ന് നോക്കുക. ചാറിന് കുറുക്കമുണ്ടോ എന്നും കൂടി നോക്കുക. കുറുക്കമില്ലെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്ത് തിളയ്ക്കുമ്പോൾ ഒരു തടിത്തവി കൊണ്ട് 1-2 തവണ അമർത്തി ഇളക്കുക. അപ്പോൾ കുറച്ച് വെന്ത കടല പൊടിഞ്ഞ് കറിക്ക് നല്ല കുറുക്കം കിട്ടും. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെന്ത കടലയെടുത്ത് മിക്സിയിൽ അരച്ച് കറിയിൽ ചേർത്താലും മതി. നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 3 വറ്റൽമുളക്, 4 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് മൂപ്പിക്കുക. ഇത് കറിയിൽ ഒഴിച്ച് നന്നായിട്ടിളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.